അടച്ചിട്ട വീടിന്റെ മുൻവശത്തെ കതക് വെട്ടിപ്പൊളിച്ച് 10 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ കവർന്നു. കൊല്ലം ചിതറ അരിപ്പ കൈലാസത്തിൽ ബിജു രമ്യ ദമ്പതികളുടെ വീടിന്റെ മുൻവശത്തെ കതക് വെട്ടിപ്പൊളിച്ചാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ കവർന്നത്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി കൊച്ചുകലങ്ങിലുള്ള ബന്ധുവീട്ടിലെ കുട്ടിയുടെ നൂലുകെട്ടിന് പോയിരിക്കുകയായിരുന്നു ബിജുവും കുടുംബവും. അത് കഴിഞ്ഞ് 3 മണിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ കതക് പകുതി തകർത്ത നിലയിൽ കണ്ടത്. 9:45 ആയ സമയത്താണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് കയറി അവിടെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തി. ഒരു 2-2:30 മണിയാവും. അവിടെ ആ സമയം വരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിവിടെ വന്നു. ഇവിടെ വന്ന് ഒരു 2:50 ആവും. 2:50-2:55 ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ ഗേറ്റ് പൂട്ടിയിരിക്കുമായിരുന്നു. ഗേറ്റ് തുറന്ന് ഇവിടെ ഇറങ്ങി. എൻ്റെ വൈഫ് മുമ്പേ വന്ന് വീട്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെ വീട് ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ടേക്കുന്നതാണ് കാണാണ്ട്. അത് ഇടിച്ചു പൊളിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഒരു കല്ലെടുത്തുകൊണ്ട് വന്നാണ് ഇടിച്ച് പൊളിച്ചിട്ടത്. എന്നിട്ട് എൻ്റെ ബെഡ്റൂമിൽ, മക്കളെ ബെഡ്റൂമിൽ, അമ്മയുടെ റൂമിൽ എല്ലായിടം കയറി സാധനം എല്ലാം അലമാരയുള്ള എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും തുണി ഐറ്റംസ് കംപ്ലീറ്റും പുറത്ത് വലിച്ചിട്ടു. അലമാര ഡ്രോയർ വലിച്ച് എടുത്തിട്ടാണ് അതിനകത്തിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയത്. എന്നിട്ട് പുറത്ത് ഇവള് ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. അതിനകത്ത് നമുക്കുള്ള ഫുൾ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു. നമുക്ക് ഒരു 10 പവനോളം നമുക്കുള്ള ഡ്രോയറിലുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് കൊണ്ടുപോയി. ഇതാണ് ഇവിടെ നടന്ന സംഭവം. പിന്നെ ഇന്നലെ തന്നെ പോലീസ് എല്ലാം വന്നു. നമ്മുടെ വളവച്ചുള്ള പോലീസും CI എല്ലാവരും വന്ന് CCTV ക്യാമറ പരിശോധിച്ചു. ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുന്ന് ഒരു വണ്ടി വന്ന് ഒരാൾ ഈ മതിൽ വഴി ചാടുന്നതെല്ലാം കണ്ടു. അതെല്ലാം എടുത്ത് ഫുട്ടേജ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇന്ന് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ഫിംഗർ പ്രിന്റുകാർ വരുന്നുണ്ട്, അവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. തുടർന്ന് വീടിനുള്ളിൽ കയറി അലമാര പരിശോധിച്ചപ്പോൾ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി അറിയുന്നത്. ചിതറ പോലീസ് സംഭവസ്ഥലത്തെത്തുകയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ബൈക്കിലെത്തിയ 2 യുവാക്കളിൽ ഒരാൾ വീടിന്റെ മതിൽ ചാടിക്കടന്ന് അകത്തു കയറുകയും അതിനുശേഷം മോഷണ മുതലുമായി രക്ഷപ്പെടുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീടിന്റെ മതിൽ ചാടിക്കടന്ന് മോഷ്ടാവ് കല്ലുകൊണ്ട് വീടിന്റെ മുൻവശത്തെ കതക് പൊളിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയും വീടിന്റെ സൈഡിൽ വെച്ചിരുന്ന കോടാലി ഉപയോഗിച്ച് മുൻവശത്തെ കതക് വെട്ടിപ്പൊളിച്ച് മോഷ്ടാവ് അകത്ത് കടക്കുകയും ചെയ്തു. തുടർന്നാണ് കിടപ്പുമുറിയിലെ അലമാരയിൽ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അപഹരിക്കുകയും ചെയ്തത്. രാവിലെ ഇവിടെ ഇല്ലായിരുന്നു. രാവിലെ ബന്ധു വീട്ടിൽ പോയൊക്കെ ചടങ്ങിനായിട്ട് പോയത് 9:45 പോയി. തിരിച്ച് 3 മണിയായപ്പോ വന്നു. ഈ ഇടയ്ക്കായിരുന്നു ഈ സംഭവം നടന്നത്. വന്നപ്പോഴത്തേനും ഇതുപോലെ ഗേറ്റ് എല്ലാം പൂട്ടിയിട്ടൊക്കെയായിരുന്നു. വന്ന് നോക്കി, ഗേറ്റ് തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് വാതിലെല്ലാം ഇതുപോലെ പൊളിഞ്ഞു കിടക്കുന്നത്. പിന്നെ അകത്ത് കയറി നോക്കിയപ്പോൾ പെട്ടെന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ നമ്മളെ സാധനങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ പിന്നെ പോലീസിനെ അറിയിച്ച് അവര് വന്ന് തെളിവ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ചിതറ SHO ബിജുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാക്കളെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. സംഭവസ്ഥലത്ത് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും എത്തി തെളിവുകൾ ശേഖരിച്ചു. റിപ്പോർട്ടർ സജി അഞ്ചൽ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും, മോഡേൺ ട്രഡീഷണൽ, ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക്